അമ്മ ഇതിൻ്റെ പാക്കിലൊന്നും ഇല്ല ഗൈസ്. ആ പക്ഷെ അങ്ങനത്തെ വേണ്ട, എടുക്കാത്തതിന് വിഷമമുണ്ടോ? മാത്രമേ ഉള്ളൂ. രണ്ട് മൂന്നാലെണ്ണം. ഇതിനെത്ര ചേച്ചി? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും തിരക്കാണ്, സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിടുക. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റുഡിയോ പോവാണ് കേട്ടോ. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലാണ് പോണത്. ഇപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ ഓഫറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കളക്ഷൻസ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും, പിന്നെ എവിടെ വിലക്കുറവുണ്ടോ അവിടെ നമ്മൾ എത്തിയിരിക്കുമല്ലോ. പിന്നെ ഓണൊക്കെ വരാൻ പോവല്ലേ ഗേസ്, എല്ലാവരും ഓണക്കോടിയൊക്കെ എടുക്കാൻ തുടങ്ങിയോ, എന്താണെന്നൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. കുറേ കാലമായിട്ടുണ്ട് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ആയി വന്നിട്ട്. അപ്പോൾ അങ്ങനെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുകയായിരുന്നു കേട്ടോ മാർക്കറ്റ് സിറ്റിക്ക്. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഗേസ്. അപ്പോൾ അതാ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇട ദിവസം ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഡ്രസ്സിനൊന്നും നമ്മൾ വിചാരിച്ച അത്ര ഓഫർ ഉണ്ടായിരുന്നില്ല കേട്ടോ. 499, 399 അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഓഫറുള്ള ഡ്രസ്സൊക്കെ കളക്ഷൻസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വൈകിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ വന്നവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിനൊക്കെ 499 ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ തെരച്ചിലായി എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജീൻസ് ഉണ്ടായിരുന്നു, അതിനാണെന്നുണ്ടെങ്കിലും 499 ആണ്. അതൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ജീൻസ് എടുക്കണം എന്നുണ്ടായിരുന്നില്ല. സ്ലീവ്ലെസ് ഇടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു സ്ലീവ്ലെസ് ഡ്രസ്സിനൊക്കെ. പിന്നെ അത് സ്ലീവ്ലെസ് ഡ്രസ്സ് മാത്രമായിട്ടല്ല കേട്ടോ, സ്ട്രഗ് യൂസ് ചെയ്തിട്ടും ഇന്നർ യൂസ് ചെയ്തിട്ടൊക്കെ ഇടാം. അതിനൊക്കെ പറ്റുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഡ്രസ്സും ഇങ്ങനെ എടുത്ത് നോക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിൽ. പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ടീഷർട്ടായിരുന്നു. 199 ടീഷർട്ടൊക്കെ 149 രൂപയ്ക്കായിരുന്നു കേട്ടോ. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. പിന്നെ സ്റ്റുഡിയോയ്ക്ക് വർഷത്തിൽ 2 സെയിലാണല്ലോ ഉള്ളത്, ഒന്ന് ജനുവരിയിലും ഒന്ന് ഓഗസ്റ്റിലും. അപ്പോൾ ഇനി ജനുവരിയിൽ വരുന്ന സെയിലായിരിക്കും തോന്നുന്നു കുറച്ചുകൂടി അഫോർഡബിൾ ആയ സെയിൽ ഉണ്ടാവുക എന്ന് തോന്നിയത്. പിന്നെ ഇതാ സ്റ്റുഡിയോയിൽ ഇഷ്ടം പോലെ കണ്ണാടി ഉള്ളതുകൊണ്ട് ഞാൻ അറഞ്ചും പറഞ്ചും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. കണ്ണാടി നോക്കുക, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അതെൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ കിഡ്സ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇതുപോലുള്ള കോഡ് സെറ്റ് ഒക്കെ നോക്കിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പീലിക്കുട്ടിക്ക് പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ക്യൂട്ടായിട്ട്. പീലിക്കുട്ടിക്ക് എന്തായാലും എടുക്കാൻ പോകണില്ല കേട്ടോ, അവൾക്ക് ഇഷ്ടം പോലെ ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പീലിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യം ഇപ്പം ഇല്ല. പിന്നെ ഓണത്തിന് നമ്മൾ എടുക്കുമല്ലോ, ഓണത്തിന് പിന്നെ ഡ്രസ്സ് എടുക്കുമല്ലോ, എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും ഓണത്തിന് ഓണക്കൂടി വേണമല്ലോ. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ അടിപൊളിയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ വീണ്ടും ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ബാക്ക് ഭയങ്കര വൈഡായിരുന്നു കേട്ടോ. ബാക്കും ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുത്തിരുന്നു. ബാക്ക് ഇങ്ങനെ നല്ല വൈഡാണ്, എന്നിട്ട് ഒരു കെട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബ്ലാക്ക് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ അടുത്ത് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഉണ്ട് 2-3 അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഡ്രസ്സസ് നോക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. ഇതൊന്നും ഓഫറില്ലാത്തതാണ് കേട്ടോ, ഓഫറില്ലാത്തതാണ് അതൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചെരുപ്പ് നോക്കാൻ വേണ്ടി വന്നു. ചെരുപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫറുള്ളത് കളക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് പീസുകളാണ് ഇതൊക്കെ. അതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി കളറായിട്ടുണ്ടായിരുന്നു, കളർ പോയ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചില ഭാഗത്തൊക്കെ ചളിയായ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഈ ഒരു കളക്ഷൻസ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഭാഗം സ്റ്റുഡിയോൻ്റെ ഈ ഒരു സൈഡ് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ടാവും, ഒരു എത്നിക് വെയർ പോലുള്ളൊരു ടൈപ്പാണ് ഇവിടെ അധികം ഉണ്ടാവുക കേട്ടോ. എടുക്കാൻ വേണ്ടിയിട്ടെന്നല്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിതൊക്കെ എടുത്ത് നോക്കുന്നത്. എനിക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിനൊക്കെ. ആ ഒരു ടോപ്പിനൊക്കെ എനിക്ക് തോന്നുന്നു 999 ആണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ട പീസൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നമ്മളിങ്ങനെ ട്രയൽ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഹെയർ സ്റ്റൈൽ ആക്സസറീസും ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ഓഫറില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചെരുപ്പിനും ഡ്രസ്സിനും മാത്രമാണ് ഓഫറുള്ളത്. അതും ലിമിറ്റഡ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. കളക്ഷൻസൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കാണിച്ച ആ ഒരു സംഭവങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ നമുക്ക് ഓഫർ എന്ന് പറയണത്. പിന്നെ ഇതൊന്നും ഓഫറില്ലാത്ത ഐറ്റംസാണ്, ഇതൊക്കെ നോർമൽ പ്രൈസാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓണൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അത് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ വേറെ ഏതെങ്കിലും ഡ്രസ്സ് സെറ്റ് ആവുകയാണെങ്കിൽ എടുക്കില്ല കേട്ടോ.
ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ അവിടെ കണ്ടതായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മളതെടുക്കും, ഇതിനെക്കാളും അടിപൊളിയായിട്ട് തോന്നും, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഗേസ്. പിന്നെ ഇതൊക്കെ 399 ടോപ്പാണ് കേട്ടോ, സൈഡ് ഓപ്പണുള്ള ടോപ്പുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. പക്ഷേ ഇവിടെ മീഡിയം സൈസൊന്നും ഇല്ല കേട്ടോ, ഫുള്ള് XL ലാർജൊക്കെയാണ് സൈസ് ഉള്ളത്. ഇത് പിന്നെ 299 വരുന്ന ക്രോപ്പ് ടോപ്സ് ആയിരുന്നു കേട്ടോ. ഇതിലാണെന്നുണ്ടെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ക്രോപ്പ് ടോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നന്നായിട്ടുണ്ടാവും കേട്ടോ, കളക്ഷൻസൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ ഈ ഒരു ടോപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ നെക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ഇപ്പോഴത്തെ സ്റ്റൈൽ നെക്കാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റുഡിയോന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോണത് അറ്റ്ലസിക്കാണ് കേട്ടോ. എൻ്റെ കൂടെയുള്ള ചേച്ചിക്ക് അവിടുന്ന് മെറ്റീരിയൽ എടുക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് ഗേസ്. അപ്പോൾ അങ്ങനെ നമ്മൾ അറ്റ്ലസിലെത്തിയിട്ടുണ്ട്. അറ്റ്ലസിലെത്തിയപ്പോൾ മെറ്റീരിയൽസൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ, അതും നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന വിലയ്ക്ക് തന്നെ കേട്ടോ. അപ്പോൾ എനിക്കിതിനെ കണ്ടിട്ട് ആകെ കൺഫ്യൂഷൻ, ഏതെടുക്കണം കേട്ടോ. എന്തായാലും ഒന്ന് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറേ ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ വാവ് തോന്നണ അങ്ങനത്തെ സംഭവം തോന്നണത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഓണൊക്കെ ആകുമ്പോഴേക്കും എനിക്കും പിലിക്കുട്ടിക്കും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മെറ്റീരിയലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഏതെടുക്കണം എന്നുള്ളത്. അജ്രക്കിൻ്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ, എല്ലാവരും സെറ്റുമുട്ടിൻ്റെയും പാവാടേൻ്റെയൊക്കെ കൂടെ ഇപ്പോൾ അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് കൂടുതലായിട്ടും ഇപ്പോൾ കാണുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ തയ്യലൊക്കെ അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ, മെറ്റീരിയൽ എടുത്തിട്ട് അടിച്ചാൽ മതിയല്ലോ. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ എടുക്കും വേണം, തയ്ക്കാനും കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെക്കാളിലും പൈസ ആവും കേട്ടോ. അപ്പോൾ തയ്യലൊക്കെ അറിയുന്നവർക്ക് സുഖമായിരിക്കും. ഇനി എനിക്ക് അതും കൂടെ ഒന്ന് പഠിച്ചെടുക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്ത് നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.